ഗുഡ് മോർണിംഗ്. നമ്മളെ നെക്സ്റ്റ് ഡേ ആണ്, സെക്കൻഡ് ഡേ ആണ് കിർഗിസ്ഥാനിൽ. അപ്പോൾ നമ്മളിന്ന് ബിഷ്കെക്കിൽ റമദയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് എവിടെ പോകുന്നു വിജു? സുപ്പാറ. ഓക്കെ, അപ്പോൾ സുപ്പാറയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിന്ന് പോവാണ്. ഇന്ന് ഇവിടെ ചെക്കൗട്ട് ചെയ്യാണ്. ജസ്റ്റ് രാത്രി കിടക്കാൻ വേണ്ടി മാത്രം നമ്മൾ വന്ന പോലെ ഉണ്ട് അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിച്ചു. ഇപ്പം ഇപ്പം ടൈം എത്രയായി റിസ്ക? നമ്മൾ 9:30 ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോവാണ് നെക്സ്റ്റ് സുപ്പാറയിലോട്ട്. ഐഷു ഹായ്. Sir, wait. Let's go. Go. Hello. Good morning. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് വേർ വിൽ ഗോ ഫസ്റ്റ്? അലാർച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. Good morning. Good morning, Bara. Good morning. Nice. Aishi, good morning. That's bro. Good morning. ഹായ്. ഞാൻ ഒരു പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞു. അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് ചേഞ്ച് ആക്കി ഇറങ്ങിയിരിക്കുകയാണ്. പൈസ പോലെ സ്റ്റോപ്പാണ്. പൈസ വേണം, പൈസ നമുക്ക് പിടിച്ചാൽ മോനെ. ട്രാൻസ്പോർട്ട് പൈസക്കാരനാണെന്ന്. എത്രയുണ്ട് ട്രാൻസ്പോർട്ട് ടോട്ടൽ? 17,400. നമ്മൾ 200 USD അല്ലേ? 200 USD ചേഞ്ച് ആക്കിയിട്ട് 17,400. This village name is Baytik. Baytik, yeah. അങ്ങനെ നമ്മൾ ബൈത്തിക് ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്ന സംഭവമാണ് ഇവിടുത്തെ ഒരു സൂ ആണ്. ഇവിടെ ഒരു ചെറിയൊരു സൂ, നമ്മളെ നാട്ടിൽപ്പെടുത്ത വലിയ സൂ എന്നല്ല, ഒരു ചെറിയൊരു സൂ. നമ്മളെ വൈകളൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഫുള്ള് കഴിഞ്ഞ വീക്കിൽ ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അടുത്തുകൂടി പോയിട്ടില്ല. എപ്പോഴും അങ്ങനെ തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജോർജിയയിൽ പോയപ്പോൾ ഇതേ അവസ്ഥയാണ്. നമ്മൾ സ്നോഫാൾ കണ്ടിട്ടാണ് നമ്മൾ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തത്. കറക്റ്റ് അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തില്ല, ഈ സ്നോഫാൾ കിട്ടിയില്ല. അതേപോലെയാണ് നമ്മൾ ഇവിടെയും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീക്കിലെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്താ അതേപോലെ തന്നെ സ്നോഫാളില്ല. സംഭവം സ്നോഫാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സ്ഥലങ്ങൾ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ. അധികം വീടിൻ്റെയും ടെറസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫുൾ കംപ്ലീറ്റ് സ്ലോപ്പായിട്ടാണ് ഉണ്ടാവുക. കാരണം സ്നോ വീണ് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, തങ്ങി നിന്ന് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അധിക സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടാവും. മരങ്ങളൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ ഹെഡ് നോക്കി കഴിഞ്ഞാൽ കാണാം കംപ്ലീറ്റ് ഉണങ്ങിയിരിക്കും സ്നോ വന്ന് വീണിട്ട്. അപ്പം അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എൻട്രൻസിലോട്ട് എത്തുകയാണ്. ഇവിടെ എൻട്രൻസ് ഫ്രീ ഉണ്ട്. 700 സോമാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങുന്നു. How many minutes from here inside? 10 minutes. 10 minutes more? Yeah, about. Oh. It's like a private place? Yeah. Oh. അങ്ങനെ നീണ്ട ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ നമ്മുടെ അലാർച്ച് നാഷണൽ പാർക്കിലേക്ക് എത്തുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരുപാട് ഷോപ്പുകൾ കാണാം. ഇതിലധികവും ഇപ്പോൾ ആക്റ്റീവ് അല്ല, അത് സമ്മറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ 1-2 ഷോപ്പുകളൊക്കെ ഇപ്പം ഇതിനടുത്തുള്ള ഷോപ്പുകളൊക്കെ ആക്റ്റീവാണ്. നമ്മളിപ്പോൾ ഇനി ഇവിടെ വണ്ടി നിർത്താൻ പോവാണ്. ഇനി നമ്മൾ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മളിങ്ങനെ പുറത്തൊക്കെ nationality foods. You can take. യുവർ നാഷണാലിറ്റി ഫുഡ്. സംഭവം എന്ന് വെച്ചാൽ അരിയുണ്ടാണ്. നമ്മളിതാ നമ്മളെ കറിച്ചട്ടിയിൽ നിന്ന് വാങ്ങിച്ച ഓർഡർ ചെയ്താണ്. കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും വിശക്കും. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട്. ഹൗ ഇസ് ഇറ്റ്? ഗുഡ്. യു ലൈക്ക്?
Yeah, it's so Delicious? delicious. Yeah, Yeah, really. it's our country. Food. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഫുള്ള് മൂടി പൊതിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഗ്ലൗസ് ഇട്ടില്ല, കൈയൊക്കെ നല്ല ഫ്രീസായിട്ടുണ്ട്. ഇനി ഗ്ലൗസ് ചാമ്പണം. ഹലോ സെർമ, സെർമ തണുത്തിട്ട്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഈ പാർക്കിനുള്ളിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറേ അണ്ണാൻകുട്ടീനെ കണ്ടു. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ കണ്ടിട്ടാണ് വന്നത്, എന്തായാലും ഫുഡ് കൊടുക്കണം. എന്തായാലും ആ ആഗ്രഹം സാധിച്ചു. ഞാനല്ലേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഫെജുണ്ട് കയ്യിൽ, മറ്റേ കറിച്ചട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന അരിയുണ്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നു. ഇതാണ് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിലേ ഫെജു പേടിച്ചിട്ടുള്ളത്. നോക്ക്, ഫെജുവിൻ്റെ കയ്യിൽ കയറി ഫെജു പേടിച്ച് കളിക്കുന്നുണ്ട്. ലാസ്റ്റ് 1-2 പ്രാവശ്യം ആണ് എടുത്ത്, പിന്നെ ഫെജു എണീച്ചങ്ങോട്ട് പോയി. രജു എങ്ങനെയുണ്ട്? ഫെജു ഫുള്ള് പേടി. സഫക്ക് എന്താ തോന്നുന്നത് ഇത് കൊടുത്തിട്ട്? ജയിച്ചു പോയി. ഐഷു സെറു Hassan, you feed? You always feeding, huh? നമ്മൾ അലാർച്ചിൽ കയറുമ്പോൾ തന്നെയാണിത്. ഇനി കുറേ നമ്മൾ ശരിക്കും ഇവിടെ നടക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല സ്കിഡാവുന്ന ഷൂ ഒക്കെ ആണെങ്കിൽ പണിയാണ്. ഇപ്പം തന്നെ ഒരാളവിടെ ലേഡി വീണ്, ആര് പറഞ്ഞ ഒരു കാല് ട്വിസ്റ്റായി എന്നാണ്. പക്ഷേ എന്തോ സ്കിഡായിരുന്നു അല്ലേ ഫിജു? ഞാൻ കണ്ടില്ല. Wow. For you? Yeah. അങ്ങനെ കുറേ എന്തിനാ തണുപ്പ് കളിച്ചില്ല ചോദിച്ചു. ആകെ മരവിപ്പ്. എൻ്റെ കൈയെല്ലാം ഫുൾ റെഡായിട്ടുണ്ട്. ഈ കറുത്ത കരങ്ങളെല്ലാം റെഡ് കരങ്ങളായിട്ട്. ഫെജു ഇപ്പോഴും കറുത്ത കരങ്ങൾ കാണിച്ചേ. അതെ. ഇത് കണ്ടപ്പം ഒന്ന് വണ്ടി നിർത്താൻ തോന്നി. ഒന്നും പറഞ്ഞില്ല, നമ്മളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി നിർത്താൻ. നോക്ക് എന്താല്ലേ
അടിപൊളി. ഫുള്ള് മലകൾ തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് ചുറ്റിലും. അടിപൊളി. നടക്കുന്നത് ഇത്രയും താന്നു പോയി. സൂപ്പർ. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ചങ്കർച്ചക്ക് സ്കീ റിസോർട്ടിലാണ്. ഇവിടെ നമുക്ക് ഒരുവിധം ആക്ടിവിറ്റീസൊക്കെ ഈ ഒരു സ്കീ റിസോർട്ടിലുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തും ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പം വന്നിട്ടുള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഹസൻ ബ്രോ പോയി ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ 5 പേരാണ് കയറിയത്. അപ്പം ഗൈഡിന് പേയ്മെൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ടോട്ടൽ നമ്മൾ 2000 സോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കിർഗിസ്ഥാനി സോമ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കേബിൾ കാറിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ സിപ്പ് ലൈനിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ സിപ്പ് ലൈൻ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് നമ്മൾ കേബിൾ കാറിലേക്കാണ് പോകുന്നത്. പിടിച്ചോ നീരുടെ കൂടെ താഴോട്ട് ഒഴിഞ്ഞു ചാൻസ് ഉണ്ടോ? ഇത് സംഭവം ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല. വെച്ച് നല്ല ഇരുന്നോ, ഇതിനുള്ള കൂടി ചിലപ്പോൾ താഴോട്ട് പോകും സംഭവം. അത് നമ്മൾ ജോർജിയ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് കംപ്ലീറ്റ് നമ്മൾ ലോക്കൊക്കെ ഉണ്ട്, ബെൽറ്റൊക്കെ ഉണ്ട് അടിയിൽ, ഈ സാധനം പൊന്തി പോകാണ്ടിരിക്കാനൊക്കെ. പക്ഷേങ്കിൽ ഇത് കണ്ടിട്ട് ഒരു സേഫ്റ്റി ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും താഴെ പോയത് തന്നെ മക്കളെ. പക്ഷെ അടിപൊളി ഉണ്ട് കേട്ടോ ഇത്. പക്ഷെ എന്താ പ്രശ്നം അറിയാം, ഒരു അവിടെ താഴെ ആൾ കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ജോർജിയ പോയപ്പോൾ ആ സ്റ്റോപ്പിംഗ് ഉണ്ടായിരുന്നില്ല അല്ലേ, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. സെനാസേ എടാ അതിനുള്ള കൂടെ തൊഴിഞ്ഞു പോലടാ. എടാ നല്ല പിടിക്കണേ, നീയല്ല അവരെ പിടിക്കണമെന്ന്. ഇത് ഇടയ്ക്കിടെ സ്റ്റോപ്പ് ചെയ്യാൻ ഇങ്ങനെ പോയി എന്ത് രസം ഉണ്ടാവുമായിരുന്നു അല്ലേ. അല്ല ഇത്ര പോന്ന് എന്റെ പൊന്നെ, ഇവിടെ നിർത്തല്ല മക്കളെ, പോയിക്കോ. എടാ ഇത് സീനാട്ടോ, വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് നല്ല റിസ്ക് ആണ്. വീണ് ഞാൻ തീർന്നു മക്കളെ, താഴെ വീണാ തീർന്ന്. താഴോട്ട് നോക്കല്ലേ, താഴോട്ട് നോക്കല്ലേ സെനാസേ, താഴോട്ട് നോക്കല്ലേ. അതെ ഇത് വിട്ട് ഞാൻ തീർന്ന്. അല്ലോ എനിക്ക് ഫെജ് ഫുള്ള് പേടിച്ചിട്ടുള്ളത്. ഞാനും പേടിച്ചു, പക്ഷെ പേടി പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. സെനാസേ ഇനി ഉയരങ്ങളിലേക്കാണല്ലോ ഇത് പോകുന്നത്. ഈ പെണ്ണെ കണ്ട തീരെ പേടിയാത്ത പോലെ ഇരിക്കുന്നു. പേടിയില്ല അല്ലേ? ഹായ് അതോ കയ്യൊന്നും വിടാ, കെയർഫുൾ. തിരിച്ചെങ്ങനെ വരുമ്പോൾ എനിക്ക് തിരിച്ചു പോണ ഏറ്റവും സീനായിട്ട് തോന്നുന്നു. ഇവരൊക്കെ കൂളായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതെ സംഭവം വെച്ച് ഫുള്ള് പേടി നോക്കിയ. ഇവിടെ നിർത്തല്ലേ, നല്ല ഉയരങ്ങളിലാണേ. എടാ ഇത് ഇവിടെ എന്താ സീന്? ഇല്ല സംഭവം എന്നൊക്കെ പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇതിനെ മോള് കേട്ടോ. എടോ എല്ലാരും സൂപ്പർ കൂളാണല്ലോ, നമ്മള് മാത്രം എന്തെങ്കിലും. ആഹാ എന്നാ റൗണ്ട് അടിക്കാം നമുക്ക്. സീറോ
ഹലോ ഐശ്വര്യ കിട്ടുണ്ടോ നോക്കി റിസ്ക. ഹായ് ഐശോടെ ഐശോ. ഹായ് പറ. ഐശോ എനിക്ക് ഊരി പോണാടോ പേടി. എല്ലടോ തിരിച്ച് നമ്മൾ ഈ താഴേക്ക് കുത്തിനെ ഇറങ്ങണോ? താഴോട്ട് ഇറങ്ങുന്നേരം ആണ് നോക്കണ്ടേ, എനിക്ക് താഴോട്ട് ഊന്നു പോകും. എടാ നടന്നിറങ്ങിയാലോ താഴോട്ട്. സ്റ്റോപ്പ് ചെയ്യണ തെണ്ടികള്. എടോ ഇവിടുന്ന് താഴോട്ട് ഇഞ്ച കാല് പോകുന്നടാ മോനെ. നമ്മൾ ഏതാണ്ട് നല്ല മുകളിലെത്തിണ്ടോ. ഇത് പോകുമ്പോ അല്ലാ ഞങ്ങളിത് വരുന്നേ കാത്തോളിയേ. ഇത് ലോക്കൊന്നും ഇല്ലടോ ഇനി. ആ പോട്ടെ പൊട്ടി. സ്പ്രിങ്ങിലൊന്നൊരു കാര്യമല്ല മോനെ, നല്ല പിടിച്ചിരുന്നോ. ഇല്ല ക്ലോസാ. ശർമ്മ ഹലോ ഒന്ന് പോവാ. വൺ മോർ മൈ മോർ ഐശു ഐശു ഐശ ഇനി പോവാ പോവാ. വൺ മോർ പോവാ പോവാ. ആ അമ്മു അമ്മു നമ്മൾ കുറച്ച് സമയമായിട്ട് വിടുന്നുണ്ട്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അല്ലേ ഫെജു? നോക്കിയാ ഫെജു വരുന്നില്ല പറഞ്ഞു. ഫെജു മഞ്ഞൊക്കെ ഉണ്ട് വാരി തിന്നുന്നു. ആ വീഡിയോ എടുത്തില്ല. ഇനി മഞ്ഞ് വാരി തിന്നാണ് പറയണമെന്ന് വീഡിയോ എടുക്കണം. ചെറുമ വേറെ ലെവൽ ഫോട്ടോഷൂട്ടാണ്. ചെറുവിൻ്റെ ഡാഡി ഇവിടെ ഗംഭീരമായ ഷൂട്ടിംഗ് പെർഫോമൻസ് ആണ്. അടിപൊളിതാ സൂപ്പർ. എല്ലാം സൂപ്പർ സ്ഥലങ്ങളാണ്. ഇവിടെ കുറേ ചേർക്കാറുകളുണ്ട്. അതേപോലെ സിബ് ലൈൻ ഉണ്ട്. പക്ഷേ സിബ് ലൈന് ഇവിടുന്ന് ഈ കാണുന്നില്ല, നമ്മൾ വന്നിറങ്ങിയ സ്ഥലം. അവിടുന്ന് നേരെ ഈ പോകുന്നത് സിബ് ലൈനാണ്. ഇങ്ങനെ കാണുന്നത് സിബ് ലൈൻ അങ്ങ് പോകും എൻ്റെ വരെ. പക്ഷേങ്കിൽ അത് വർക്കിംഗ് അല്ല. പക്ഷേ സ്കീ ചെയ്യുന്ന ആളുകളാണെങ്കിൽ താഴെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. താഴെ കാണുന്നില്ല അവിടെ. അവിടുന്ന് സ്കീ ചെയ്യുന്നല്ലോ. അവിടുന്ന് സ്കീൻ്റെ ടൂൾസ് എല്ലാം എടുത്തിട്ട് ഇതാ അവിടെ വരും. അവിടുന്ന് ഇതിലേക്ക് കയറിയിട്ട് നേരെ മേലെ പോവും. നേരെ മേലെ ഏറ്റവും ടോപ്പിൽ പോവും. അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് അവർ പിന്നെ സ്കീ ചെയ്തിട്ടിങ്ങനെ വരും. ഇതാരും വരുന്നത്. കമോൺ come here. മക്കൾ ഇതിപ്പോൾ ഒരു ചൂടുണ്ട്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക തണുപ്പുണ്ടെങ്കിലും കൂടിയും ഒരു നല്ല വെയിലുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കുട്ടിയൊക്കെ ഒരു സുഖമുണ്ട്. മറ്റ് കുട്ടികൾ ഭയങ്കര സീനായിരുന്നു തണുത്തിട്ട്. ഒരു അപ്പതാ ഐശു സ്നോയിൽ കളിക്കാൻ വന്നാലേ? സ്നോയിൽ അല്ലേ? സ്നോയിൽ കളിക്കാം. നമ്മളിവിടെ സ്നോയിൽ കളിക്കാം. സ്നോ വെക്ക്. എടുക്ക് സ്നോ എടുക്ക്. ഇവിടെ സ്നോ എടുത്തേ സ്നോ എടുക്ക്. ഇങ്ങനെ ഇങ്ങനെ എടുക്ക. എടുക്ക്. എടുത്തേ. അയ്യോ ഇങ്ങനെ ഉണ്ടാ. ഇങ്ങനെ ഇറങ്ങേ. അങ്ങനെ നമ്മളെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോകണം. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് സുപ്പാറയിലാണ്. നമ്മളെ സുപ്പാറയിലോട്ട് പോകണം.
താഴെ കാണിച്ചു സെനാസേ ഏ ശർമ്മ എവിടെ താഴെ കാണിച്ചു താഴെ കാണിച്ചു അയ്യാ താഴെ കാണിച്ചെടുക്കണം പോലും നോക്കൂ താഴോട്ട് നോക്കൂ പേടിയാകുന്നില്ലേ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ച് നമ്മൾ റൂമിലോട്ട് പോലെ വിജോ നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കണം അതിന് റൂമിൽ സാധനമൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിച്ച് സെറ്റാവണം എന്തായാലും ഇതൊരു മസ്റ്റായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്